Our next topic, what makes elections in India democratic? We get to read a lot about unfair practices in elections. Newspapers and television reports often refer to such allegations. Most of these reports are about the following. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അൺഫെയർ പ്രാക്ടീസുകളെ പറ്റി നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയും ടെലിവിഷൻ റിപ്പോർട്ട്സിലൂടെയും ഒക്കെ അറിയാറുണ്ട്. അപ്പോൾ കൂടുതലും അൺഫെയർ പ്രാക്ടീസസ് ആയിട്ട് പറയുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇനി പറയുന്നതാണ്. Inclusion of false names and exclusion of genuine names in the voters list. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ശരിക്കുമുള്ള പേരുകൾ ഒഴിവാക്കുക, എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അതേ സ്ഥലത്ത് സ്ഥിരതാമസമുള്ള ആൾക്കാരുടെ പേരുകളാണ്, അത് പക്ഷേ ഒഴിവാക്കും. അതോടൊപ്പം തെറ്റായിട്ടുള്ള പേരുകൾ ഇൻക്ലൂഡ് ചെയ്യും. അതിൻ്റെ പറയുന്നത് ഇപ്പോൾ മരണപ്പെട്ട ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് വേറെ ദൂര സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയ ഒരാളാവാം, അങ്ങനെയുള്ള ആൾക്കാരുടെ പേര് ഉൾപ്പെടുത്തുക. Misuse of government facilities and officials by the ruling party. Excessive use of money by rich candidates and big parties. നമ്മൾ നേരത്തെ പഠിച്ചു, ലോക്സഭാ ഇലക്ഷനിൽ 25 lakhs വരെയും അസംബ്ലി ഇലക്ഷനിൽ 10 lakhs വരെയും മാത്രമേ ഇലക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ. പക്ഷെ പലപ്പോഴും റിച്ച് കാൻഡിഡേറ്റ്സും ബിഗ് പാർട്ടികളും എന്ത് ചെയ്യാറുണ്ട്? മണി എക്സസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻറ്റിമിഡേഷൻ ഓഫ് വോട്ടേഴ്സിനെ ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങിക്കാറുണ്ട്. ആൻഡ് റിഗ്ഗിങ് ഓൺ ദ പോളിംഗ് ഡേയുടെ അന്ന് വഞ്ചനകളൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ വേഷം മാറി ഒരാൾക്ക് പകരമായിട്ട് വേറെ ആൾ വന്നൊക്കെ വോട്ട് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അൺഫെയർ പ്രാക്ടീസസ് ആയിട്ട് പറയുന്നത്. മെനി ഓഫ് ദീസ് റിപ്പോർട്ട്സ് ആർ കറക്റ്റ്. We feel unhappy when we read or see such reports. But fortunately, they are not on such a scale so as to defeat the very purpose of elections. This becomes clear if we ask a basic question. Can a party win an election and come to power not because it has popular support but through electoral malpractices? This is a vital question. Let us carefully examine various aspects of this question. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ കേട്ടപ്പോഴത്തേന് നമുക്ക് ഒരു അൺഹാപ്പിനെസ് തോന്നും. അതിൻ്റെ കാരണം എന്താ? ഇലക്ഷൻ എന്ന് പറയുന്ന ഫെയർ ആയിട്ടാണ് നടത്തണമെന്ന് പറയട്ടെ, ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള അൺഫെയർ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഫെയർ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അതായത് ഇലക്ഷൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് പർപ്പസിനെ മറിച്ച് കളയാനായിട്ട് ഈ അൺഫെയർ പ്രാക്ടീസുകൾക്കൊന്നും തന്നെ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. One simple way of checking whether elections are fair or not is to look at who conducts the elections. അതായത് ഇലക്ഷൻ ഫെയർ ആയിട്ടാണോ അല്ലയോ നടക്കുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ എന്നതാ? ആരാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ ഇലക്ഷന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് നോക്കുക എന്നുള്ളതാണ്. In our country, elections are conducted by an independent and very powerful election commission or EC. It enjoys the same kind of independence that the judiciary enjoys. നമ്മൾ 8th ഒക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ എന്നതാ? നമ്മുടെ ഗവൺമെന്റിന്റെ മറ്റുള്ള ഓർഗൻസ് ആയിട്ടുള്ള ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ ഒന്നും സ്വാധീനിക്കാനായിട്ട് കഴിയില്ല ജുഡീഷ്യറി അല്ലേ. അതായത് ജുഡീഷ്യറിയുടെ പവർ എന്ന് പറയുന്നില്ല, കോർട്ടുകളുടെ അഭിപ്രായം തീരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ മാത്രം അഭിപ്രായമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ വേറൊരു ഏജൻസികൾക്കും വേറൊരു വ്യക്തികൾക്കും ജുഡീഷ്യറിയുടെ അല്ലെ കോർട്ടുകളുടെ തീരുമാനത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർ CEC ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. But once appointed, the Chief Election Commissioner is not answerable to the President or the government. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർ CECയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? പ്രസിഡന്റ് ആണ്. പക്ഷേ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആരോടും, അതായത് പ്രസിഡന്റിനോടോ നമ്മുടെ ഗവൺമെന്റിനോടോ ഒന്നും ആൻസറബിൾ അല്ല. അതായത് ഗവൺമെന്റോ പ്രസിഡന്റോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരല്ല ഇലക്ഷൻ കമ്മീഷൻ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഗവൺമെന്റിന്റെയോ അതുപോലെ പ്രസിഡന്റിന്റെയോ അധികാര പരിധിയിൽ അല്ലെ അവരുടെ അധികാര നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല ഏത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ദ റൂളിംഗ് പാർട്ടി ഓർ ദ ഗവൺമെന്റ് ഡസ് നോട്ട് ലൈക്ക് വാട്ട് ദ കമ്മീഷൻ ഡസ്, ഇറ്റ് ഈസ് വിർച്വലി ഇമ്പോസിബിൾ ഫോർ ഇറ്റ് ടു റിമൂവ് ദ CEC. അഥവാ റൂളിംഗ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വർക്കുകളിൽ താല്പര്യമില്ല എങ്കിൽ
ഒരിക്കലും ഈ CECയെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഈ ഗവൺമെന്റിനെ കൊണ്ടോ റൂളിംഗ് പാർട്ടിയെ കൊണ്ടോ സാധിക്കില്ല. വെരി ഫ്യൂ ഇലക്ഷൻ കമ്മീഷൻസ് ഇൻ ദ വേൾഡ് ഹാസ് സച്ച് വൈഡ് റേഞ്ചിങ് പവേഴ്സ് ആസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ പോലെ വൈഡ് റേഞ്ചിങ് ആയിട്ടുള്ള പവേഴ്സ് ഉള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. Next we are going to study the functions of election commission. EC takes decisions on every aspect of conduct and control of elections from the announcement of elections to the declaration of results. അതായത് ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നത് മുതൽ ഇലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇറ്റ് ഇംപ്ലിമെന്റ്സ് ദ കോഡ് ഓഫ് കോണ്ടക്ട് ആൻഡ് പണിഷസ് എനി കാൻഡിഡേറ്റ് ഓർ പാർട്ടി ദാറ്റ് വയലേറ്റ്സ് ഇറ്റ്. നമ്മൾ ഓൾറെഡി കോഡ് ഓഫ് കോണ്ടക്ട് എന്നാന്ന് പഠിച്ചല്ലേ? കോഡ് ഓഫ് കോണ്ടക്ട് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ. അത് ആരെങ്കിലും ആ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്താൽ അല്ലെ അത് അനുസരിച്ചില്ല എങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ആരുടെ ജോലിയാ? ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണ്. During the election period, the EC can order the government to follow some guidelines to prevent use and misuse of governmental power to enhance its chances to win elections or to transfer some government officials. അതുപോലെ ഇലക്ഷൻ പീരീഡിൽ ഗവൺമെന്റ് ഫോളോ ചെയ്യേണ്ട കുറേ ഗൈഡ് ലൈൻസ് EC ഓർഡർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഗൈഡ് ലൈൻസാ? ടു പ്രിവെന്റ് യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ഗവൺമെന്റൽ പവർ ടു എൻഹാൻസ് ഇറ്റ്സ് ചാൻസ് ടു വിൻ ഇലക്ഷൻസ്. അതായത് ഇലക്ഷനിൽ ജയിക്കാനുള്ള സാധ്യത കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ഉപയോഗിക്കുന്നതാ? ഗവൺമെന്റ് പവർ ഉപയോഗിക്കുന്നത് തടയാനായിട്ടും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? വേറെ സ്ഥലങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ആര് കൊടുക്കുന്നുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, ഗവൺമെന്റ് ഓഫീസേഴ്സ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി EC ആൻഡ് നോട്ട് ദ ഗവൺമെന്റ്. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യും. ഇലക്ഷൻ ഡ്യൂട്ടി വരും അവർക്കൊക്കെ അല്ലേ? പക്ഷേ അവരെങ്ങനെ ആരുടെ അധികാരത്തിന്റെ കീഴിൽ അവർ വർക്ക് ചെയ്യുന്നത്? ആ ഇലക്ഷന്റെ പീരീഡിൽ ഇവർ ഗവൺമെന്റ് ഒഫീഷ്യൽസ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി EC ആൻഡ് നോട്ട് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല അവർ, ഗവൺമെന്റ് ജോലിക്കാരൊക്കെയാണ്, പക്ഷെ ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. In the last 25 years or so, the Election Commission has begun to exercise all its powers and even expand them. It is very common now for the Election Commission to reprimand the government and administration for their lapses. When election officials come to the opinion that polling was not fair in some booths or even an entire constituency, they order a repoll. The ruling parties often do not like what the EC does, but they have to obey. This would not have happened if the EC was not independent and powerful. അപ്പോൾ കഴിഞ്ഞ ഒരു 25 years ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും നല്ല രീതിയിലാണ് പവേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അവരുടെ പവേഴ്സ് അവർ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷനിൽ അവർക്ക് വരുന്ന കുറവുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അതോടൊപ്പം ഇപ്പോൾ എപ്പോഴെങ്കിലും ഇലക്ഷൻ ഒഫീഷ്യൽസിന് തോന്നുവാണ് പോളിംഗ് ഫെയർ ആയിട്ടല്ല നടത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചില ബൂത്തിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി മൊത്തമായിട്ടോ റീപോൾ നടത്താനായിട്ടുള്ള സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താനുള്ള സാഹചര്യമുണ്ട്. കൂടുതൽ റൂളിംഗ് പാർട്ടികൾക്ക് ഇഷ്ടമല്ല, EC ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല. പക്ഷേ ദേ ഹാവ് ടു ഒബേ, അവർക്ക് പക്ഷെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയും പോട്ടെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ അല്ല എങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. Next topic, popular participation. Another way to check the quality of the election process is to see whether people participate in it with enthusiasm. So, first thing to check the quality of election എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Who conducts the elections? ആരാണ് ഇലക്ഷൻ നടത്തുന്നതെന്ന് നോക്കാം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്നതാ? Whether people participate in it with enthusiasm. ഇപ്പോൾ ജനങ്ങൾ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണോ ഈ ഇലക്ഷനിൽ പങ്കെടുത്തതെന്ന് നോക്കുക എന്നുള്ളതാണ്. ഇഫ് ദി ഇലക്ഷൻ പ്രോസസ് ഈസ് നോട്ട് ഫ്രീ ഓർ ഫെയർ, പീപ്പിൾ വിൽ നോട്ട് കണ്ടിന്യൂ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി എക്സസൈസ്. അപ്പോൾ ഇലക്ഷൻ പ്രോസസ്സ് ഫ്രീയും ഫെയറുമായിട്ട് നടന്നില്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യത്തില്ല? അവർ ഇലക്ഷനിൽ പങ്കെടുക്കത്തില്ല, അതായത് വോട്ട് ചെയ്യത്തില്ല. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷൻ ഈസ് യൂഷ്വലി മെഷേർഡ് ബൈ വോട്ടർ ടേൺ ഔട്ട് ഫിഗേഴ്സ്. അപ്പം ജനങ്ങളുടെ ഇലക്ഷനുള്ള പാർട്ടിസിപ്പേഷൻ എപ്പോഴും മെഷർ ചെയ്യുന്ന എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണ്? വോട്ടർ ടേൺ ഔട്ട് ഫിഗേഴ്സ് ആണ്.
Turnout indicates the percent of eligible voters who actually cast their vote. Voter turnout എന്ന് പറഞ്ഞാൽ എന്താ? എലിജിബിൾ വോട്ടേഴ്സിൽ എത്ര പെർസെന്റ് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കിയാൽ നമ്മൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ ഇത്ര ശതമാനം വോട്ടിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നിടത്ത് പോളിംഗ് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ TV ന്യൂസിലും ഒക്കെ കാണാറുണ്ട്. അത് തന്നെയാണ് സംഭവം. ഓവർ ദ ലാസ്റ്റ് 50 years, the turnout in Europe and North America has declined. In India, the turnout has either remained stable or actually gone up. അപ്പോൾ യൂറോപ്പ്, നോർത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഈ വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ത്യയിൽ വെച്ച് നോക്കിയാൽ ഒന്നെങ്കിൽ ഈ ടേൺ ഔട്ട് സ്റ്റേബിൾ ആയിരിക്കും, ഒരേപോലെ നിൽക്കും, അല്ലെങ്കിൽ അപ്പാകും, അല്ലെങ്കിൽ അത് വോട്ടേഴ്സ് ടേൺ ഔട്ട് കൂടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. In India, the poor, illiterate and underprivileged people vote in large proportion as compared to the rich and privileged sections. അതുപോലെ തന്നെ ഇന്ത്യയിൽ പുവറും ഇല്ലിറ്ററേറ്റും അണ്ടർ പ്രിവിലേജ്ഡും ആയിട്ടുള്ള, അതായത് പ്രിവിലേജസ് ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരാണ് ലാർജ് പ്രൊപ്പോർഷനിൽ വോട്ട് ചെയ്യുന്നത്. സമ്പന്നരും പ്രിവിലേജ്ഡുമായിട്ടുള്ള സെക്ഷൻസുമായിട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ദിസ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു വെസ്റ്റേൺ ഡെമോക്രസീസ്. വെസ്റ്റേൺ ഡെമോക്രസികൾ വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യസ്തമാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, poor people, African Americans and Hispanics vote much less than the rich and the white people. അമേരിക്കയിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പുവറായിട്ടുള്ള ആൾക്കാരും അതോടൊപ്പം ആഫ്രിക്കൻ അമേരിക്കൻസും ഹിസ്പാനിക്സ് പോലുള്ള അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. Common people in India attach a lot of importance to elections. They feel that through elections they can bring pressure on political parties to adopt policies and programs favorable to them. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇലക്ഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ട്. കാരണം എന്താ? അവരുടെ വിചാരം ഇലക്ഷനിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നതിലൂടെ ഗവൺമെന്റിന്റെ പോളിസികളെ, പ്രോഗ്രാംസിനെയൊക്കെ സ്വാധീനിക്കാനായിട്ടുള്ള കഴിവ് അവർക്കും കിട്ടുമെന്നുള്ളൊരു വിചാരമാണ്. They also feel that their vote matters in the way things are run in the country. The interest of voters in election-related activities has been increasing over the years. During the 2004 elections, more than 1/3 voters took part in a campaign-related activities. More than half of the people identified themselves as being close to one or the other political party. 1 out of every 7 voters is a member of a political party. അപ്പം ഇന്ത്യയിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2004 ഇലക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ 1/3 വോട്ടേഴ്സ് പങ്കെടുത്തെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മോർ ദാൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ അവരെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു ക്ലോസ് ആയിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫോളോവേഴ്സ് ആണെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ 7 വോട്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളെന്ന് പറയുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ ആയിരിക്കും. അവർ നെക്സ്റ്റ് ടോപ്പിക്, acceptance of election outcome. One final test of the free and fairness of election has in the outcome itself. If elections are not free and fair, the outcome always favors the powerful. അപ്പോൾ അടുത്ത ഒരു ഇലക്ഷൻ ഫ്രീ ആണോ ഫെയർ ആണെന്ന് നോക്കാനുള്ള അടുത്ത ഫൈനൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്നതാ? ഔട്ട്കം ആണ്. ഇലക്ഷൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ റിസൾട്ട് എന്ന് പറയുന്നതാ. ഇപ്പോൾ ഇലക്ഷൻ ഫ്രീയും ഫെയറുമായിട്ട് നടത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫേവർ ചെയ്യുന്നതായിരിക്കും. ഇൻ സച്ച് സിറ്റുവേഷൻ ദ റൂളിംഗ് പാർട്ടീസ് ഡു നോട്ട് ലോസ് ഇലക്ഷൻസ്. യൂഷ്വലി ലോസിംഗ് പാർട്ടി ഡസ് നോട്ട് അക്സെപ്റ്റ് ദ ഔട്ട്കം ഓഫ് എ റിഗ്ഡ് ഇലക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും റൂളിംഗ് പാർട്ടി തന്നെയായിരിക്കും പിന്നെയും ജയിക്കുന്നത്. കാരണം എന്താ? ഫ്രീയും ഫെയറുമായിട്ടല്ല ഇലക്ഷൻ നടത്തുന്നതെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടി തന്നെയല്ലേ ജയിക്കത്തുള്ളൂ. ദ ഔട്ട്കം ഓഫ് ഇന്ത്യസ് ഇലക്ഷൻ സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. The ruling parties routinely lose elections in India, both at the national and state level. In fact, in every 2 out of the 3 elections held in the last 24 years, the ruling party lost. അപ്പം നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ ഔട്ട്കമുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും റൂളിംഗ് പാർട്ടികൾ മിക്കവാറും തോൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ലാസ്റ്റ് 25 ഇയേഴ്സിലെ കണക്ക് നോക്കുമ്പോൾ ഒരു 3 ഇലക്ഷൻ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ 3ൽ 2 ഇലക്ഷനിലും റൂളിംഗ് പാർട്ടിക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുക ഉണ്ടായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി റെയറായിട്ട് മാത്രമേ ജയിക്കാറുള്ളൂ വീണ്ടും. അതായത് 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ നടത്തുമ്പോൾ ഭരിക്കുന്ന പാർട്ടി അല്ലായിരിക്കും മിക്കവാറും ജയിക്കുന്നത്, വേറൊരു പാർട്ടി ആയിരിക്കും
എപ്പോഴും നമ്മുടെ രാജ്യത്ത് ജയിക്കുന്നത്. ഇൻ ദ US, ആൻ ഇൻകംബന്റ് ഓർ സിറ്റിംഗ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് റെയർലി ലോസസ് ആൻ ഇലക്ഷൻ. US സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിംഗ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ MLA MP പോലുള്ള ആൾക്കാരില്ലേ, അതായത് നിലവിലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നത് വളരെ റെയറാണ്. ബട്ട് ഇൻ അവർ കൺട്രി അബൌട്ട് ഹാഫ് ഓഫ് ദ സിറ്റിംഗ് MPs ഓർ MLAs ലോസ് ഇലക്ഷൻസ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാ, സിറ്റിംഗ് MPമാരും MLAമാരിൽ പകുതി പേർക്കും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള MPമാരിലും MLAമാരിലും പകുതി പേരും തോറ്റുപോകും, ബാക്കിയുള്ളവരെ ജയിക്കത്തുള്ളൂ. Candidates who are known to have spent a lot of money on buying votes and those with known criminal connections often lose elections. അതുപോലെ തന്നെ ഒരുപാട് പണം മുടക്കാനായിട്ട്, അതായത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർക്ക് പണം കൊടുത്ത് വോട്ട് ചെയ്യിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരും അതോടൊപ്പം ക്രിമിനൽ കണക്ഷൻസ് ഉള്ള ആൾക്കാരും ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സാധാരണ അവർ തോൽക്കുകയാണ് പതിവ്. Barring very few disputed elections, the electoral outcomes are usually accepted as people's verdict by the defeated party. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇലക്ഷനൊക്കെ ക്യാൻസൽ ചെയ്തത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ ഇലക്ടറൽ ഔട്ട്കംസ്, അതിലെ ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ വെർഡിക്റ്റ് ആയിട്ട് തന്നെയാണ് ഡിഫീറ്റഡ് പാർട്ടി കണക്കാക്കുന്നത്. അതായത് തോറ്റ പാർട്ടി കണക്കാക്കുന്നത് ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു രാജ്യത്ത് ഇലക്ഷൻ ഫ്രീ ആണോ ഫെയർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഹൂ കണ്ടക്ട്സ് ദ ഇലക്ഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ ഇലക്ഷൻസ്. തേർഡ് വൺ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ഷൻ ഔട്ട്കം. ഇത്രയും കാര്യങ്ങളാണ്. Our next topic, challenges to free and fair elections. All this leads to a simple conclusion. Elections in India are basically free and fair. The party that wins an election and forms government does so because people have chosen it over its rivals. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇലക്ഷനിൽ ജയിച്ച് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ഒരു പാർട്ടി അത് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എതിരാളികൾക്കിടയിൽ നിന്ന് അവരെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് കൊണ്ട് അല്ലേ. ദിസ് മേ നോട്ട് ബി ട്രൂ ഫോർ എവറി കോൺസ്റ്റിറ്റ്യുവൻസി. എ ഫ്യൂ കാൻഡിഡേറ്റ്സ് മേ വിൻ പ്യൂർലി ഓൺ ദ ബേസിസ് ഓഫ് മണി പവർ ആൻഡ് അൺഫെയർ മീൻസ്, ബട്ട് ദ ഓവറോൾ വെർഡിക്റ്റ് ഓഫ് എ ജനറൽ ഇലക്ഷൻ സ്റ്റിൽ റിഫ്ലെക്ട്സ് പോപ്പുലർ പ്രിഫറൻസ്. പക്ഷേ ഇത് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ മണി പവറിന്റെ അല്ല അൺഫെയർ പ്രാക്ടീസസ് ഒക്കെ ഉപയോഗിച്ച് ചില കാൻഡിഡേറ്റ്സ് ഒക്കെ ജയിക്കാം. എന്നിരുന്നാലും ഒരു ജനറൽ ഇലക്ഷന്റെ ഓവറോൾ വെർഡിക്റ്റ് എന്ന് പറയുന്നത് പോപ്പുലർ പ്രിഫറൻസ് തന്നെയായിരിക്കും. ദർ ആർ വെരി ഫ്യൂ എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ ഇൻ ദ ലാസ്റ്റ് 60 years ഇൻ അവർ കൺട്രി. ദിസ് ഈസ് വാട്ട് മേക്സ് ഇന്ത്യൻ ഇലക്ഷൻസ് ഡെമോക്രാറ്റിക്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഒരു 60 yearsന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണെന്ന് നമ്മൾ പറയുന്നത്. Next we are going to study the challenges faced by or the challenges to free and fair elections. Candidates and parties with a lot of money may not be sure of their victory, but they do enjoy a big and അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ സ്മോളർ പാർട്ടീസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് പണം ഒത്തിരി കയ്യിലുള്ള കാൻഡിഡേറ്റ്സും പാർട്ടികളും അവർക്ക് അവരുടെ വിജയത്തിൽ വിശ്വാസമില്ല എങ്കിൽ പോലും, തീർച്ചയില്ല എങ്കിൽ പോലും, ചെറിയ പാർട്ടിക്കാരുടെയും അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും മുകളിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഇവർക്ക്. എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിൽ നിൽക്കാനായിട്ടുള്ള അല്ലെ അവരെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കഴിവുണ്ട് ഇവർക്ക്. ഇൻ സം പാർട്സ് ഓഫ് ദ കൺട്രി, candidates with a criminal connection have been able to push others out of the electoral race and to secure a ticket from major parties. നമ്മുടെ രാജ്യത്ത് ചില പാർട്ടികൾ നടക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ക്രിമിനൽ കണക്ഷൻ ഉള്ള പല കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ള ആൾക്കാരെ പുഷ് ചെയ്ത് പലപ്പോഴും, അതായത് ഇലക്ടറൽ റേസിൽ, ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ടിക്കറ്റ് കിട്ടുന്ന ആ ഒരു റേസിൽ മറ്റുള്ളവരെ പുഷ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്, പാർട്ടി ടിക്കറ്റ്, പ്രധാനപ്പെട്ട പാർട്ടികളുടെ തന്നെ ടിക്കറ്റുകൾ അല്ലെ ആ പാർട്ടിയുടെ പേരിൽ മത്സരിക്കാനായിട്ടുള്ള സാഹചര്യം അവർ കരസ്ഥമാക്കാറുണ്ട്. Some families tend to dominate political parties. Tickets are distributed to relatives from these parties. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില പൊളിറ്റിക്കൽ പാർട്ടികളിലൊക്കെ ഫാമിലീസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടി ടിക്കറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും അവരുടെ റിലേറ്റീവ്സിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. വെരി ഓഫൺ ഇലക്ഷൻസ് ഓഫർ ലിറ്റിൽ ചോയ്സ് ടു ഓർഡിനറി സിറ്റിസൺസ്.
For both the major parties are quite similar to each other, both in policies and practice. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞ ഓർഡിനറി സിറ്റിസൺസിന് ശരിക്കും പറഞ്ഞ നല്ലൊരു ചോയ്സ് അല്ല ഇലക്ഷൻസ് കൊടുക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ അവരുടെ ഐഡിയാസ് അല്ലെ അവരുടെ പോളിസികളും പ്രാക്ടീസസും വെച്ചുമൊക്കെ നോക്കുമ്പോൾ അതൊക്കെ സിമിലർ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവത്തില്ല. Smaller parties and independent candidates suffer a huge disadvantage compared to bigger parties. അതുപോലെ ചെറിയ പാർട്ടികളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ശരിക്കും പറഞ്ഞ കുറെ ഡിസഡ്വാൻറ്റേജുകൾ ഫേസ് ചെയ്യാറുണ്ട് ബിഗ്ഗർ പാർട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. These challenges exist not just in India but also in many established democracies. These deeper issues are a matter of concern for those who believe in democracy. That is why citizens, social activists and organizations have been demanding reforms in our electoral system. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞ് ഇന്ത്യ മാത്രമല്ല മറ്റു പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡെമോക്രസികളും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് തന്നെയാണ്. ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റുകളും അതേപോലെ ഓർഗനൈസേഷനും ഒക്കെ ഇലക്ട്രൽ സിസ്റ്റത്തിൽ റിഫോംസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകം പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇലക്ഷൻ വരുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഇലക്ഷൻ ടൈമിൽ ന്യൂസ് പേപ്പറുകൾ അതുപോലെ ടെലിവിഷൻ റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച് ഈ ചാപ്റ്ററുമായിട്ട് വെച്ച് അത് ശ്രദ്ധിച്ച് അത് കൂടുതൽ നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.